എല്ലാവർക്കും സ്റ്റോറി സ്പേസിലേക്ക് ഈ കഥയിടത്തിലേക്ക് സ്വാഗതം. ചാനലിൻ്റെ ഐക്കണിൽ തൊട്ട് പ്ലേലിസ്റ്റ് സെലക്ട് ചെയ്താൽ ചാനലിൽ മുൻപ് വായിച്ച കഥകൾ നിങ്ങൾക്ക് കേൾക്കാവുന്നതാണ്. ഇന്ന് അമേരിക്കൻ എഴുത്തുകാരിയായ കാതറിൻ ഒ ഫ്ലാഹർട്ടി എഴുതിയ ഒരു കഥയാവാം, മരിച്ചവരുടെ ചെരുപ്പുകൾ. ഈ കഥ മലയാളത്തിലേക്ക് വിവർത്തനം ചെയ്തിരിക്കുന്നത് സോണിയ റഫീഖാണ്. കഥാകൃത്തും നോവലിസ്റ്റും വിവർത്തകയുമാണ് സോണിയ റഫീഖ്. ഗമാഷ് അപ്പൂപ്പന്റെ മരണശേഷം ഗിൽമയുടെ അവസ്ഥ എന്താകുമെന്ന് ആരും ചിന്തിച്ചില്ല. മരണാനന്തര ചടങ്ങുകളിൽ പങ്കെടുക്കാനെത്തിയവർ പല വഴിക്ക് പിരിഞ്ഞുപോയി. ചിലർ ആ വയസ്സായ മനുഷ്യന്റെ ഭ്രാന്തിനെക്കുറിച്ച് സംസാരിച്ചു. മറ്റു ചിലർ സന്ധ്യയാകും മുമ്പ് അയാളെ പൂർണ്ണമായും മറന്നു. മരിച്ചവന്റെ കണക്കില്ലാത്ത സ്വത്തുക്കളെക്കുറിച്ച് വേവലാതിപ്പെട്ടവരും കുറവല്ല. 30 വർഷത്തോളം അയാൾ ജീവിച്ച 100 ഏക്കർ കൃഷിത്തോട്ടം, 70-ാം വയസ്സിൽ അവിടെ കിടന്നു തന്നെ മരണവും. ഗിൽമ ഒരു കൊച്ചുകുട്ടിയായിരുന്നെങ്കിൽ ഒന്നിലധികം അമ്മ മനസ്സുകൾ അവന് സാന്ത്വനവുമായി എത്തുമായിരുന്നു. ആരെങ്കിലുമൊക്കെ അവനെ സ്വന്തം വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടു പോകുന്നതിനെപ്പറ്റി ചിന്തിക്കുമായിരുന്നു. അവന്റെ ഭാവിക്ക് വേണ്ടിയല്ലെങ്കിലും തൽക്കാലം ഒരു ആശ്വാസം എന്നോണം അവർ അവനെ സഹായിക്കുമായിരുന്നു. എന്നാൽ ഗിൽമ ഒരു കുട്ടിയായിരുന്നില്ല. 6 അടി ഉയരമുള്ള ബലിഷ്ഠനും ആരോഗ്യവാനുമായൊരു 19 വയസ്സുകാരനാണവൻ. ഗമാഷ് എന്ന മുതലാളിക്കൊപ്പം ഈ തോട്ടത്തിൽ താമസമായിട്ട് 10 വർഷമാകുന്നു. അവിടെ വന്നുകൂടിയവരിൽ ആ വയോധികന്റെ മരണത്തിൽ ഒരു തുള്ളി കണ്ണീർ പൊഴിക്കാൻ മനസ്സുണ്ടായത് അവന് മാത്രമാണ്. മരണദിനത്തിന്റെ പിറ്റേന്ന് കാഡോ പട്ടണത്തിൽ നിന്ന് ഒരു വണ്ടി നിറയെ ഗമാഷിന്റെ ബന്ധുക്കൾ എത്തിയിരുന്നു. അയാളുടെ അനന്തരവനായ സെപ്റ്റീം, മുടന്തനായ ഒരുവൻ, കണ്ടാൽ കഷ്ടം തോന്നുന്നൊരു വികലാംഗൻ, പിന്നെ സെപ്റ്റീമിന്റെ വിധവയായ സഹോദരി മാഡം ബ്രോൺസ്, അവരുടെ 2 പെൺമക്കൾ. ശവസംസ്കാര സമയത്ത് അവരെല്ലാം വീട്ടിൽ തന്നെ ഉണ്ടായിരുന്നു. ചടങ്ങുകൾക്ക് ശേഷവും അവർ അവിടെ തന്നെ ഉണ്ടെന്ന് ഗിൽമ മനസ്സിലാക്കി. അല്പം വിശ്രമിക്കുവാനായി ഗിൽമ തന്റെ മുറിയിലേക്ക് കയറി. ഗമാഷ് സുഖമില്ലാതെ കിടപ്പിലായിരുന്ന ദിനങ്ങൾ ഉറക്കമൊഴിഞ്ഞ് കൂടെ ഇരുന്നതിന്റെ ക്ഷീണമുണ്ട് ഗിൽമയ്ക്ക്. എന്നാൽ ശാരീരിക അസ്വാസ്ഥ്യങ്ങളെക്കാൾ ഉപരി ഗിൽമയെ അലട്ടിയത് ഇക്കഴിഞ്ഞ ആഴ്ചയിലുടനീളം അനുഭവിച്ച മാനസിക സമ്മർദ്ദമായിരുന്നു. പക്ഷേ ആ മുറിയിലേക്ക് പ്രവേശിച്ചപ്പോൾ അവന് പതിവില്ലാത്തൊരു അപരിചിതത്വം തോന്നി. ഇതിനി അവന്റേതല്ലെന്ന ബോധം കടന്നുകൂടിയതുപോലെ. കൊളുത്തിൽ തൂക്കിയിട്ടിരുന്ന തന്റെ വസ്ത്രങ്ങൾക്ക് പകരം മുഷിഞ്ഞ കുട്ടിയുടുപ്പുകളും പിഞ്ഞിപ്പറിഞ്ഞ വൈക്കോൽ തൊപ്പികളും കൊരുത്തിട്ടിരിക്കുന്നു. ബ്രോൺസിന്റെ കുട്ടികളുടേതാണവ. മേശവലിപ്പുകൾ ശൂന്യം. അവന്റേതെന്ന് പറയാവുന്ന ഒരു ചെറുതുണ്ടുപോലുമില്ലാതെ ആ മുറി അപ്പാടെ മാറ്റപ്പെട്ടിരിക്കുന്നു. മാഡം ബ്രോൺസ് സാധനങ്ങൾ അടുക്കി വെച്ചപ്പോൾ തനിക്ക് മറ്റേതെങ്കിലും മുറി ക്രമീകരിച്ചിട്ടുണ്ടാകും എന്നാണ് അവൻ ആദ്യം കരുതിയത്. പക്ഷേ അവന്റേതെന്ന് പറയാവുന്നവയെല്ലാം വാതിലിന് പിന്നിൽ ഒരു ബെഞ്ചിൽ കൂട്ടിവെച്ചിരിക്കുന്നത് കണ്ടപ്പോൾ ഗിൽമയ്ക്ക് കാര്യം മനസ്സിലായി. അവന്റെ ഷൂസും ബൂട്ട്സും ബെഞ്ചിന്റെ അടിയിലുണ്ട്. കോട്ടുകളും പാന്റും അടിവസ്ത്രങ്ങളും നിലത്ത് ഒരു കൂനയായി തൂത്തുകൂട്ടിയിരിക്കുന്നു. അവന്റെ മുഖത്ത് രക്തം ഇരച്ചു കയറി. ഒരു നിമിഷത്തേക്ക് അവനൊരു അമേരിക്കൻ ആദിവാസിയെ പോലെ കാണപ്പെട്ടു. അവനൊരിക്കലും ഇത്രയും പ്രതീക്ഷിച്ചിരുന്നില്ല. താൻ ഭാവിയെക്കുറിച്ച് എന്തായിരുന്നു ചിന്തിച്ചിരുന്നത് അറിയില്ല. എന്നാൽ താൻ ഈ നിമിഷത്തിനായി സ്വയം തയ്യാറെടുക്കേണ്ടതായിരുന്നു എന്നവന് തോന്നി. അതെ, ഇത് സ്വന്തം തെറ്റുതന്നെ എന്നവൻ ഉറപ്പിച്ചു. എങ്കിലും ഗിൽമയ്ക്ക് വല്ലാതെ വേദനിച്ചു. ലോകത്തിൽ എവിടെയെങ്കിലും വീട് എന്ന് വിളിക്കാൻ ഒരിടമുണ്ടെങ്കിൽ അതിവിടെയായിരുന്നു. ഓരോ മരവും ഓരോ പുൽച്ചെടിയും അവന്റെ കൂട്ടുകാരായിരുന്നു. മതിലിലെ ഓരോ ചെറുപാടും അവന് പരിചിതമായിരുന്നു. വെയിലും കാറ്റുമേറ്റ് നരച്ച ആ പഴയ വീട് അവന്റെ യൗവനത്തിന്റെ തണലായിരുന്നു. ജീവനില്ലാത്ത വസ്തുക്കളെ സ്നേഹിക്കാവുന്നതിന്റെ പരമാവധി ആത്മാർത്ഥതയോടെ അവൻ സ്നേഹിച്ച വീട്. അവന് മാഡം ബ്രോൺസിനോട് വല്ലാത്ത ശത്രുത തോന്നി.
അവർ വീടിന് ചുറ്റും നടക്കുകയായിരുന്നു. തലയുയർത്തിപ്പിടിച്ച് എല്ലാം ശ്രദ്ധിച്ചുകൊണ്ടുള്ള നടത്തം. അവരുടെ മുഷിഞ്ഞ വസ്ത്രം നിലത്തിഴയുന്നു. ചെറിയ പെൺകുട്ടികളെ അവർ ബലമായി കയ്യിൽ പിടിച്ചിട്ടുണ്ട്. കുതിരപ്പുറത്ത് കയറി എവിടേക്കെങ്കിലും അപ്രത്യക്ഷമാവുക എന്നതല്ലാതെ ഗിൽമയ്ക്ക് മറ്റൊന്നും ചെയ്യാനുണ്ടായിരുന്നില്ല. എല്ലാവിധ യോഗ്യതകളുമുള്ള പ്രസരിപ്പുള്ളൊരു കുതിരയാണത്. ആഢ്യത്വമുള്ള പെരുമാറ്റത്തിന് ഗമാഷ് യജമാനൻ അതിന് നൽകിയ പേരായിരുന്നു ജൂപ്പിറ്റർ. ഗിൽമ അതിനെ ചുരുക്കി ജൂപ്പ് എന്ന് വിളിക്കും. അവന് അതിനോടുള്ള അടുപ്പം പ്രകടിതമാക്കുന്ന വിളിപ്പേര്. യൗവനത്തിലെ ഒറ്റപ്പെടലിൽ അവന് ജൂപ്പ് മാത്രമായിരുന്നു ഉറ്റ സുഹൃത്ത്. ചുരുക്കം ചില വസ്ത്രങ്ങൾ കുതിരച്ചാണത്തിനുള്ളിൽ തിരികെ വെച്ചിട്ട് ശേഷിക്കുന്ന തന്റെ സാധനങ്ങൾ എടുക്കാൻ ആളിനെ അയക്കും വരെ അവ ഭദ്രമായി എവിടെയെങ്കിലും സൂക്ഷിക്കുവാൻ അയാൾ മാഡം ബ്രോൺസിനോട് പറഞ്ഞു. വീടിന് മുന്നിലൂടെ അയാൾ കുതിരയെ തെളിച്ചു പോകവേ വരാന്തയിൽ അമ്മാവൻ ഗമാഷിന്റെ കസേരയിൽ ഞെളിഞ്ഞിരുന്ന് സെപ്റ്റീം വിളിച്ചുകൂവി. എടോ ഗിൽമ, നീ എവിടേക്ക് പോകുന്നു? ഞാൻ ഇവിടം വിട്ടു പോകുന്നു. ഗിൽമ കുതിരപ്പുറത്തിരുന്ന് നൽകിയ ചെറിയ മറുപടി. അതൊക്കെ ശരി, പക്ഷേ പോകുമ്പോ ആ കുതിരയെ ഇവിടെ നിർത്തിയിട്ട് പൊക്കോണം. ഈ കുതിര എന്റേതാണ്, ഗിൽമ തിരിച്ചടിച്ചു. അതൊക്കെ പിന്നെ തീരുമാനിക്കാൻ സുഹൃത്തെ. തൽക്കാലം അതിനെ ഇവിടെ നിർത്താനാണ് ഞാൻ ആവശ്യപ്പെടുന്നത്. വലതുകൈ പോലെ കൊണ്ടു നടന്ന കുതിരയെ ഉപേക്ഷിക്കുക എന്നാൽ ഗിൽമയ്ക്ക് ചിന്തിക്കാൻ പോലും പറ്റുമായിരുന്നില്ല. എന്നാൽ ഗമാഷ് മുതലാളി അവനെ നിയമം അനുസരിച്ച് ജീവിക്കാനാണ് പഠിപ്പിച്ചത്. അനാവശ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കുവാൻ അവൻ മുതിർന്നില്ല. തന്റെ അമർഷം കഴിയാവുന്നതിന്റെ പരമാവധി പിടിച്ചുകെട്ടിക്കൊണ്ട് ഗിൽമ കുതിരപ്പുറത്തു നിന്നിറങ്ങി. കുതിരയുടെ പുറത്തുനിന്ന് സാധനങ്ങൾ മാറ്റി അതിനെ കുതിരാലയത്തിൽ കൊണ്ടുകെട്ടി. വീട് വിട്ടിറങ്ങവേ അവൻ ഒന്നു മാത്രം സെപ്റ്റീമിനെ ഓർമ്മിപ്പിച്ചു. നിനക്കറിയുമോ മിസ്റ്റർ സെപ്റ്റീം, ആ കുതിര എന്റേതു തന്നെയാണ്. അത് തെളിയിക്കാൻ 100 സത്യവാങ്മൂലങ്ങൾ എനിക്ക് ശേഖരിക്കാനാവും. ഒരു വക്കീലിന്റെ സാക്ഷിമൊഴിയോടുകൂടി ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ ഞാൻ അതിവിടെ സമർപ്പിക്കും. അന്നേരം എന്റെ കുതിരയും സാധനങ്ങളും നല്ല അവസ്ഥയിൽ തന്നെ എന്നെ ഏൽപ്പിക്കണം. ആയിക്കോട്ടെ, നമുക്ക് നോക്കാം. അത്താഴത്തിന് നിൽക്കുന്നില്ലേ? ഇല്ല സാർ, നന്ദി. മാഡം ബ്രോൺസ് എന്നോട് ചോദിച്ചതാണ്. ചെരിഞ്ഞ പുൽമേടുകൾക്കിടയിലൂടെയുള്ള തെളിഞ്ഞ പാതയിലൂടെ നടന്ന് ഗിൽമ റോഡിലേക്ക് കയറി. പെട്ടെന്നുണർന്ന ലക്ഷ്യബോധവും നിശ്ചയദാർഢ്യവും 1 മണിക്കൂർ മുമ്പ് തകർന്നടിഞ്ഞ ഗിൽമയുടെ ആത്മവിശ്വാസത്തെ ഉത്തേജിപ്പിച്ചു. തളർച്ചയുടെ ലക്ഷണം ഏതുമില്ലാതെയാണ് അവൻ സധൈര്യം ആ ചതുപ്പ് പ്രദേശത്തെ ചുറ്റിവരുന്ന തിരക്കുള്ള റോഡിലൂടെ നടന്നത്. വസന്തത്തിന്റെ ആദ്യ ദിനങ്ങളായിരുന്നു. പരുത്തിപ്പാടങ്ങൾ സമൃദ്ധമാണ്. ചിലയിടങ്ങളിൽ നീഗ്രോകൾ കിളയ്ക്കുന്നുണ്ട്. ഒരിടത്ത് ഗിൽമ നിന്നു. വേലിക്കെട്ടിനപ്പുറം അധികം ദൂരത്തല്ലാതെ നിൽക്കുന്ന നീഗ്രോ സ്ത്രീയോട് അവൻ ചോദിച്ചു, ഹലോ ഹാലിഫാക്സ്, ഒന്ന് വരാമോ? അവർ അപ്പോൾ തന്നെ തൂമ്പ തോളിൽ വെച്ചുകൊണ്ട് അവനരികിലേക്ക് ഓടി വന്നു. ഉറച്ച എല്ലുകളുള്ള കറുത്ത സ്ത്രീ. പണിക്കാരുടെ വേഷത്തിലാണവർ. എന്നോടൊപ്പം ക്യാബിനിലേക്ക് ഒന്ന് വരാമോ ഹാലി ആന്റി? അവൻ ചോദിച്ചു. എനിക്കൊരു സത്യവാങ്മൂലം എഴുതിത്തരാനാണ്. എന്തിനെന്നറിയില്ലെങ്കിലും ഇതുപോലെ ഒരുപാട് പ്രമാണങ്ങളിൽ ഒപ്പുവെച്ച് അവർക്ക് ശീലമുണ്ട്. എനിക്കതൊന്നും പറ്റില്ല ചക്ക. വെറുതെ എന്നെ ശല്യം ചെയ്യാതെ പോ. അധികം സമയം എടുക്കില്ല ഹാലിഫാക്സ് ആന്റി. എന്റെ കുതിര ജൂപ്പ് എനിക്ക് അവകാശപ്പെട്ടതാണെന്ന് നിങ്ങൾക്കെല്ലാം അറിയുന്നതല്ലേ. അതിനായി ഞാനൊരു കുറിപ്പെഴുതും. അതിലൊന്ന് ഒപ്പിട്ട് തന്നാൽ മാത്രം മതി. ജൂപ്പ് നിന്റേതല്ലെന്ന് ആര് പറഞ്ഞു? അവർ തൂമ്പയിൽ പിടിച്ച് കുനിഞ്ഞു നിന്ന് ശ്രദ്ധയോടെ ചോദിച്ചു. അവൻ ആ വീടിനു നേരെ നോക്കി. ആര്? മിസ്റ്റർ സെപ്റ്റീമും മറ്റുമാണോ? അതെ. ഞാൻ ഊഹിച്ചു, അവർ അനുഭാവപൂർവം പറഞ്ഞു. അതുതന്നെ. ഇനി അടുത്തതായി അവർ നിങ്ങളുടെ കിഴവൻ കോവർക്കഴുത പോലീസിക്ക് അവകാശം പറഞ്ഞു വരും, ഗിൽമ പറഞ്ഞു. അവർ ക്ഷോഭിച്ചു. അതാര് പറഞ്ഞു? ഇല്ല, ആരും പറഞ്ഞില്ല. പക്ഷേ ഇനി അടുത്തത് അങ്ങനെ പറയാൻ സാധ്യതയുണ്ട് എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. അവർ കമ്പിവേലിക്കരികിൽ നിന്ന് പാടത്തേക്ക് നടന്നു തുടങ്ങിയപ്പോൾ അവനും അവർക്കൊപ്പം റോഡിന്റെ അരികിലുള്ള പുൽപ്പാതയിലൂടെ നടന്നു.
ഞാൻ സത്യവാങ്മൂലം എഴുതാം ഹാലി ആന്റി. എനിക്ക് വേണ്ടത് ചെയ്തു തരുമല്ലോ. നിനക്കറിയാമല്ലോ ആ കഴുത എന്റേതാണെന്ന്. നല്ല കൃഷി കിട്ടിയ സമയത്ത് ഞാൻ അതിനെ മിസ്റ്റർ ഗമാഷിന്റെ കയ്യിൽ നിന്ന് വാങ്ങിയതാണ്. അത് ഗമാഷ് തന്നെ നേരിട്ട് കണക്ക് പുസ്തകത്തിൽ രേഖപ്പെടുത്തിയതാണ്. ഹാലിഫാക്സിൽ നിന്നും കിട്ടേണ്ട ഒപ്പ് ലഭിച്ചതിന് ശേഷം ഗിൽമ ഒരു നിമിഷം പോലും അവിടെ പാഴാക്കിയില്ല. ശേഖരിക്കാനുള്ള 100 സത്യവാങ്മൂലങ്ങളിൽ ആദ്യത്തേത് തന്റെ കീശയിൽ ഭദ്രമായി വെച്ചുകൊണ്ട് അവൻ പട്ടണത്തിലേക്കുള്ള ഏറ്റവും ഹ്രസ്വമായ പാതയിലൂടെ യാത്രയായി. ഹാലിഫാക്സ് ആന്റി വാതിൽപ്പടിയിൽ നോക്കി നിൽപ്പുണ്ടായിരുന്നു. റീലിയസ്, അവർ റോഡിൽ നിന്ന് നീഗ്രോ ചെക്കനെ വിളിച്ചു. നീ ആ പോലീസിയെ എവിടെയെങ്കിലും കണ്ടോ? പോയി നോക്കൂ. അത് അവിടെ എവിടെയെങ്കിലും ചുറ്റിത്തിരിയുന്നുണ്ടോന്ന്. ചിലപ്പോ അത് നിന്റെ ചോളത്തോട്ടത്തിന്റെ വേലി ചാടി ഉള്ളിൽ കയറി കാണും. എന്നിട്ട് വെയിൽ തടയാൻ കണ്ണുകൾക്ക് മുകളിൽ കൈമറച്ചുകൊണ്ട് അവർ അവിടെ മാകെ സൂക്ഷ്മമായി കണ്ണോടിച്ചു. ആ കോവർ കഴുത എവിടെ പോയി കിടക്കുന്നു? അവർ പിറുപിറുത്തു. അടുത്ത ദിവസം രാവിലെ ഗിൽമ പട്ടണത്തിലെ വക്കീൽ പാക്സ്റ്റണിന്റെ ഓഫീസിലേക്ക് യാത്രയായി. കറുത്തവരിൽ നിന്നും വെളുത്തവരിൽ നിന്നും കുതിരയ്ക്കായുള്ള പ്രമാണങ്ങൾ ശേഖരിക്കുന്നതിൽ ഗിൽമയ്ക്ക് ബുദ്ധിമുട്ടൊന്നും നേരിട്ടില്ല. എങ്കിലും അവന് തന്റെ അവകാശം നിയമപരമായി പ്രഖ്യാപിക്കണം എന്നത് വാശിയായിരുന്നു. അംഗീകൃത വക്കീലിൽ നിന്നുള്ള രേഖകളുമായി ആർക്കും തിരസ്കരിക്കാനാവാത്ത അവകാശം ഉറപ്പിച്ചുകൊണ്ട് തോട്ടത്തിലേക്ക് മടങ്ങുക എന്നതാണ് ലക്ഷ്യം. നിരത്തിലേക്ക് തുറക്കുന്ന ലളിതമായൊരു മുറിയാണ് വക്കീൽ ഓഫീസ്. അവിടെ ആരും ഉണ്ടായിരുന്നില്ല. പക്ഷേ വാതിൽ തുറന്നു തന്നെ കിടന്നു. ഗിൽമ മുറിയിൽ കയറി ശൂന്യമായ വട്ടമേശയ്ക്ക് മുന്നിലിട്ടിരുന്ന കസേരയിലിരുന്നു. അല്പനേരം കഴിഞ്ഞ് വക്കീൽ കയറി വന്നു. അയാൾ തെരുവിൽ നിന്ന് ആരോടോ സംസാരിക്കുകയായിരുന്നു. ഗുഡ് മോർണിംഗ് മിസ്റ്റർ പാക്സ്റ്റൺ. ഗിൽമ ഉപചാരപൂർവ്വം എണീറ്റു. വക്കീലിന് അവന് നല്ല മുഖപരിചയമുണ്ട്. എങ്കിലും ആരാണെന്ന് കൃത്യമായ അറിവില്ല. അതിനാൽ ഗുഡ് മോർണിംഗ് സർ, ഗുഡ് മോർണിംഗ് എന്ന് മാത്രം പ്രത്യഭിവാദനം ചെയ്തു. ഞാൻ താങ്കളെ കാണാൻ വന്നതാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഗിൽമ കാര്യത്തിലേക്ക് കടന്നു. കീശയിൽ കരുതിയിരുന്ന സത്യവാങ്മൂലങ്ങളുടെ കെട്ട് പുറത്തെടുത്തു. ഒരു സ്വത്തിന്റെ കാര്യമാണ്. എന്റെ കുതിരയുടെ ഉടമസ്ഥാവകാശം മിസ്റ്റർ ഗമാഷിന്റെ അനന്തരവനായ മിസ്റ്റർ സെപ്റ്റീമിൽ നിന്ന് വീണ്ടെടുക്കുന്നതിന് വേണ്ടിയാണ്. കണ്ണട ശരിയാക്കിക്കൊണ്ട് വക്കീൽ കടലാസുകൾ പരിശോധിച്ചു. അത് ശരി, അയാൾ പറഞ്ഞു. ഞാൻ മനസ്സിലാക്കുന്നു. മിസ്റ്റർ ഗമാഷ് ചൊവ്വാഴ്ച മരണപ്പെട്ടതിനാൽ ഗിൽമ തുടങ്ങി. ഗമാഷ് മരിച്ചുവോ? പാക്സ്റ്റൺ വക്കീൽ ആശ്ചര്യത്താൽ തന്റെ വാക്കുകൾ ആവർത്തിച്ചു. നിങ്ങൾ ഉദ്ദേശിച്ചത് വൈസൺ ഗമാഷ് മരിച്ചു എന്ന് തന്നെയാണോ? ശരി ശരി, ഞാൻ അറിഞ്ഞില്ല. ഞാൻ ഇന്നു രാവിലെ ഷെവ്പോർട്ടിൽ നിന്നും മടങ്ങിയെത്തിയതേയുള്ളൂ. അപ്പോൾ വൃദ്ധനായ ഗമാഷ് മരിച്ചു അല്ലേ? പിന്നെ നിങ്ങൾ എന്താണ് പറഞ്ഞത്? കുതിരയുടെ അവകാശം. നിങ്ങളുടെ പേരെന്താണെന്നാണ് പറഞ്ഞത്? കീശയിൽ നിന്ന് ഒരു പെൻസിൽ കയ്യിലെടുത്തുകൊണ്ട് അയാൾ ചോദിച്ചു. ഗിൽമ ജർമാൻ എന്നാണ് എൻ്റെ പേര് സർ. ഗിൽമ ജർമാൻ, വക്കീൽ ആവർത്തിച്ചു. എന്നിട്ട് ധ്യാനമഗ്നനായി തൻ്റെ സന്ദർശകനെ നോക്കിയിരുന്നു. അതെ, ഞാനിപ്പോൾ നിന്റെ മുഖം ഓർക്കുന്നു. വൈസൺ ഗമാഷ് 10-12 വർഷം മുൻപ് സഹായിയായി കൂടെ കൂട്ടിയ പയ്യനല്ലേ നീ? 10 വർഷം മുൻപ് ഒരു നവംബറിൽ സർ. പാക്സ്റ്റൺ വക്കീൽ എഴുന്നേറ്റ് അലമാരിക്കരികിലേക്ക് നടന്നു. അതിനുള്ളിൽ നിന്ന് നിയമപരമായ രേഖകൾ എന്തോ തപ്പിയെടുത്ത് ശ്രദ്ധാപൂർവം വായിച്ചു. അപ്പോൾ മിസ്റ്റർ ജർമാൻ, ആ കുതിരയുടെ ഉടമസ്ഥാവകാശം വീണ്ടെടുക്കുന്നതിൽ പ്രശ്നമൊന്നും ഉണ്ടാവാൻ സാധ്യതയില്ല. വക്കീൽ ചിരിച്ചു. പ്രിയ സാർ, ഒരു സന്തോഷവാർത്ത ഞാൻ നിങ്ങളെ അറിയിച്ചു കൊള്ളട്ടെ. മിസ്റ്റർ ഗമാഷ് തന്റെ സ്വത്തുവകകൾക്കെല്ലാം പിന്തുടർച്ചാവകാശിയായി താങ്കളെയാണ് കണ്ടിരിക്കുന്നത്. അതായത് അയാളുടെ തോട്ടം, കന്നുകാലികൾ, പണിയായുധങ്ങൾ, യന്ത്രസാമഗ്രികൾ, വീട്ടുസാധനങ്ങൾ മുതലായവ. സാമാന്യം നല്ലൊരു സമ്പത്ത്. അയാൾ സാവകാശം പ്രസ്താവിച്ചു. തന്റെ ഇരിപ്പിടത്തിൽ ഒരു നീണ്ട വർത്തമാനത്തിനായി സൗകര്യപൂർവ്വം ഇരുന്നുകൊണ്ട് അയാൾ പറഞ്ഞു. മറ്റൊന്നുകൂടി ഓർമ്മിപ്പിക്കട്ടെ.
നിങ്ങളെപ്പോലെ ജീവിതാരംഭത്തിൽ നിൽക്കുന്ന ഏതൊരു യുവാവിനും ലഭിക്കാവുന്ന ഏറ്റവും വലിയ ഭാഗ്യമാണിത്. മരണപ്പെട്ടവന്റെ ചെരുപ്പുകൾ അണിയുവാൻ ലഭിച്ച സുവർണാവസരം, മഹത്തായ അനുഭവം. നിങ്ങൾക്കറിയുമോ സാർ, നിങ്ങളുടെ പേര് കേട്ട നിമിഷം ഒരു വെള്ളിടി പോലെ ആ ദിനം എൻ്റെ ഓർമ്മയിൽ തെളിഞ്ഞു. വൃദ്ധനായ ഗമാഷ് ഇവിടേക്ക് കയറി വന്നതും തൻ്റെ അനന്തരാവകാശിയായി നിങ്ങളുടെ പേര് വെച്ച് വിൽപത്രം എഴുതണമെന്ന് ആവശ്യപ്പെട്ടതും വാചാലനായ വക്കീൽ തൻ്റെ ഓർമ്മകൾ അതീവ ഹൃദ്യമായി പറഞ്ഞുകൊണ്ടിരുന്നു. എന്നാൽ ഗിൽമ അതൊന്നും കേൾക്കുന്നതേയുണ്ടായില്ല. ഒരു നിമിഷത്തിൽ വന്നു ചേർന്ന മഹാഭാഗ്യത്തെക്കുറിച്ചോർത്ത് അവൻ മതോന്മത്തനായി ഇരുന്നുപോയി. സ്വപ്നം കാണാൻ പോലും സാധിക്കാത്ത ആ വമ്പിച്ച സ്വത്തുക്കൾ തൻ്റേത് മാത്രമായി മാറിയിരിക്കുന്നു. തൻ്റേത് മാത്രം. 100 വികാരങ്ങൾ വന്ന് അവനെ ഒരുമിച്ച് മൂടിയതുപോലെ 1000 ചിന്തകൾ അവന് ചുറ്റും കുമിഞ്ഞുകൂടി. പുതുലോകത്തേക്ക് എടുത്തെറിയപ്പെട്ടൊരു ജീവിയെപ്പോലെ അവൻ തൻ്റെ പുതു സാഹചര്യത്തോട് പൊരുത്തപ്പെടുന്നതിൻ്റെ ബദ്ധപ്പാടിലാണ്. ആ ഇടുങ്ങിയ ഓഫീസ് മുറി അവനെ ശ്വാസം മുട്ടിച്ചു. വക്കീലിന്റെ സംസാരമാണെങ്കിൽ അനന്തമായി ഒഴുകിക്കൊണ്ടേയിരുന്നു. ഗിൽമ പെട്ടെന്ന് ഇരിപ്പിടത്തിൽ നിന്നും എഴുന്നേറ്റു. മുഴുവനാക്കാത്ത ഒരു ക്ഷമാപണം പറഞ്ഞുകൊണ്ട് മുറിയിൽ നിന്ന് അല്പം ശുദ്ധവായുവിനായി പുറത്തു ചാടി. 2 ദിവസത്തിനു ശേഷം തോട്ടത്തിലേക്ക് പോകും വഴി ഗിൽമ വീണ്ടും ഹാലിഫാക്സ് ആന്റിയുടെ കൂരയ്ക്ക് മുന്നിലെത്തി. അങ്ങോട്ട് പോയതുപോലെ നടന്നു തന്നെയാണ് അവൻ തിരികെ വന്നതും. പട്ടണത്തിൽ നിന്ന് വരും വഴി പലരും അവന് സവാരി വാഗ്ദാനം ചെയ്തുവെങ്കിലും ഗിൽമ ഒക്കെ നിരസിച്ചിരുന്നു. അവന് വന്നു ചേർന്ന മഹാഭാഗ്യത്തെക്കുറിച്ചുള്ള വാർത്തകൾ അവനെത്തും മുൻപേ ഗ്രാമമാകെ പടർന്നിരുന്നു. ഹാലിഫാക്സ് ആന്റി ഉച്ചത്തിലുള്ള ജയാരവവുമായിട്ടാണ് അവനെതിരേറ്റത്. മിസ്റ്റർ ഗിൽമ, ദൈവത്തിനറിയാം നിനക്കിതിനുള്ള യോഗ്യതയുണ്ടെന്ന്. ദൈവം നൽകിയതാണിത്. വരൂ, അകത്തേക്ക് വരൂ, ഇരിക്കൂ. റീലിയസേ, ഇറങ്ങിപ്പോ മര്യാദയ്ക്ക്. വെറുതെ മുറിയിൽ കൂടി നിന്ന് തിക്കലുണ്ടാക്കാതെ. അവർ അവിടെയുള്ള ഏറ്റവും നല്ല കസേര തുടച്ച് ഗിൽമയ്ക്ക് മുന്നിൽ നീക്കിയിട്ടു. അവൻ സന്തോഷപൂർവ്വം ഹാലിഫാക്സ് ആന്റിയുടെ കയ്യിൽ നിന്നും ഒരു കപ്പ് കാപ്പി സ്വീകരിച്ചു. അവൻ അവിടേക്ക് കയറി വന്നപ്പോൾ അവർ ആ മുറിയുടെ കോണിലുള്ള ചെറിയ തീക്കനലിൽ കാപ്പി തിളപ്പിക്കുകയായിരുന്നു. തീക്കനലിൽ നിന്ന് മാറി ദൂരത്താണ് ഗിൽമ ഇരുന്നത്. എന്തെന്നാൽ സാമാന്യം നല്ല ചൂടുള്ള ദിനമായിരുന്നു അത്. അവൻ മുഖം തുടച്ചു. തന്റെ വിശാലമായ തൊപ്പി വിശറിയാക്കി അവൻ ചൂടകറ്റി. ഓർക്കുമ്പോൾ എനിക്ക് ചിരി അടക്കാൻ കഴിയുന്നില്ല, ആ വൃദ്ധയായ സ്ത്രീ വിറച്ചുകൊണ്ട് പറഞ്ഞു. നെരിപ്പോടിൽ ചാരി നിന്നുകൊണ്ട് അവർ വീണ്ടും, ഞാൻ രാത്രി ഇടയ്ക്കിടെ ഉണരും, എന്നിട്ട് വെറുതെ ചിരിക്കും. അതെന്താ ഹാലിഫാക്സ് ആന്റി അങ്ങനെ? എന്തിനെന്നറിയാതെ ചിരിച്ചുകൊണ്ടാണ് ഗിൽമ അത് ചോദിച്ചത്. ഒന്ന് പോയ ഗിൽമ, ഒന്നും അറിയാത്ത പോലെ. എനിക്ക് സെപ്റ്റിമിനെയും കുടുംബത്തെയും ഓർക്കുമ്പോഴുണ്ടല്ലോ, നാളെ രാവിലെ കുതിരവണ്ടിയിൽ കയറി എല്ലാം ഇവിടം വിട്ട് കാടോയിലേക്ക് പോകുന്ന കാഴ്ച ഓർക്കുമ്പോ ഭയങ്കരമായിരിക്കും. അത് അത്ര രസകരമായ ഒന്നല്ല ഹാലിഫാക്സ് ആന്റി, ഗിൽമ പറഞ്ഞു. അവർ ഉപചാരപൂർവം ഒരു താളത്തിൽ വെച്ച് ആഡംബരമായി നൽകിയ കാപ്പിക്കപ്പ് ഗിൽമ അല്പം അസ്വസ്ഥതയോടെയാണ് പിടിച്ചിരുന്നത്. എനിക്ക് സെപ്റ്റിമിനോട് അനുകമ്പയാണ് തോന്നുന്നത്. ജോപ്പ് ആരുടേതെന്ന് അവനിപ്പോൾ ബോധ്യപ്പെട്ട് കാണുമെന്ന് ഞാൻ കരുതുന്നു, അവർ തുടർന്നു. ഗിൽമയുടെ മുഖത്തെ സഹതാപഭാവമൊന്നും അവർ ശ്രദ്ധിക്കുന്നില്ല. പോലീസ് ആരുടേതെന്നും ഇനി പ്രത്യേകം പറയേണ്ടതില്ല. പിന്നെ ഒന്ന് ഞാൻ ഉറപ്പിച്ച് പറയാം മിസ്റ്റർ ഗിൽമ. അവർ ഇരിപ്പിടത്തെ അവഗണിച്ചുകൊണ്ട് മേശമേൽ കുനിഞ്ഞു നിന്നുകൊണ്ടാണ് സംസാരിക്കുന്നത്. അവർ കാടോയിൽ ദുരിതത്തിലേക്കാണ് കൂപ്പുകുത്താൻ പോകുന്നത്. തിന്നാൻ പോലും ഒന്നും ഉണ്ടാവില്ല. ആ സെപ്റ്റിമിന് ജോലിയൊന്നുമില്ലാതെ പാമ്പ് കണക്ക് വല്ലയിടത്തും ചുരുണ്ടുകൂടിയിരിക്കാനാ യോഗം. മാഡം ബ്രോൺസ് എന്തെങ്കിലും തുന്നൽ പണിയോ മറ്റോ ചെയ്യും. പക്ഷേ അതിനു പോലും വകതിരിവുള്ള സ്ത്രീയാണെന്ന് കണ്ടാൽ തോന്നില്ല. പിന്നെ ആ കൊച്ചു പെൺകുട്ടികൾ ഉണ്ടല്ലോ, കഴിഞ്ഞ ശൈത്യകാലത്ത് അവർ ചെരുപ്പ് പോലുമില്ലാതെ തണുപ്പത്തിറങ്ങി നടന്ന് ഉപ്പുറ്റിയാകെ വീങ്ങിയ കഥ എന്നോട് പറഞ്ഞിരുന്നു.
നാളെ കാഡോയിലേക്ക് പോകുന്ന പോക്ക് എനിക്കൊന്ന് കാണണം. ഹാലിഫാക്സ് ആൻറ്റിയുമായുള്ള നിമിഷങ്ങൾ ഗിൽമയ്ക്ക് ഒരിക്കലും ഇത്രയും ഇഷ്ടപ്പെടാത്തതായി അനുഭവപ്പെട്ടിട്ടില്ല. അവരെ അത്ഭുതപ്പെടുത്തുമാറ് അവൻ വേഗം കാപ്പിക്ക് നന്ദി പറഞ്ഞുകൊണ്ട് ഇറങ്ങി നടന്നു. പക്ഷേ രസുകത്വം വിടാതെ അവർ പിന്നിൽ നിന്ന് വിളിച്ചുകൂവി, മിസ്റ്റർ ഗിൽമ, നോക്കിക്കോ, ഇപ്പോൾ അവർക്ക് ബോധ്യപ്പെട്ട് കാണും പോലീസ് ആരുടേതെന്ന്. അവന് എന്തുകൊണ്ടോ സെപ്റ്റീമിനെ നേരിടാൻ മാനസികമായി തയ്യാറായില്ലെന്ന് തോന്നി. അവൻ റോഡിൽ ആങ്ങിത്തൂങ്ങി നിന്നു. ഇടയ്ക്ക് വിശ്രമിക്കാനായി ഒരിടത്തിരിക്കുകയും ചെയ്തു. ചതുപ്പു നിലങ്ങളിലേക്ക് തിരിയുന്നിടത്ത് ഒരു ഇലവു മരച്ചോട്ടിൽ അല്പനേരം ഇരുന്നു. ആദ്യം മുതൽക്ക് അവനെ വല്ലാത്തൊരു അസ്വസ്ഥത വരിഞ്ഞു മുറുക്കിയിരുന്നു. അവന്റെ ആവേശത്തിനൊപ്പം വിചിത്രമായൊരു അസംതൃപ്തിയും കൂടിക്കലർന്നിരുന്നു. എന്തുകൊണ്ടങ്ങനെയെന്നത് അവൻ തിരിച്ചറിയാൻ തുടങ്ങി. നേർവഴി മാത്രം ശീലിച്ച സത്യസന്ധനായ ഗിൽമയ്ക്ക് തന്നോടുള്ള പെരുമാറ്റത്തിൽ ചുറ്റുമുള്ളവരിൽ വന്ന പെട്ടെന്നുള്ള മാറ്റം വിദ്വേഷമുളവാക്കി. വക്കീൽ പറഞ്ഞ ഒരു കാര്യം അവൻ ഓർത്തെടുക്കാൻ ശ്രമിച്ചു. ഒരു ചെറിയ വാചകം, അവന്റെ ബോധതലത്തിൽ വന്നു വീണ ആയിരക്കണക്കിന് വാക്കുകൾക്കിടയിൽ നിന്നൊരു കുഞ്ഞു വാക്യം. അത് വന്നു വീണെടുത്ത് ഒരു വ്രണം വളർന്നിരിക്കുന്നു. അലോസരപ്പെടുത്തുന്ന ഒരു സാന്നിധ്യമായി അത് അവനുള്ളിൽ വികസിച്ചു വന്നു. എന്തായിരുന്നു അത്, ആ വാചകം? അന്നേരത്തെ ആവേശത്തിൽ പാതി കേട്ടുമറന്ന ആ വാക്കുകൾ. മരിച്ചവരുടെ ചെരുപ്പുകളെക്കുറിച്ച് എന്തോ ഒന്ന്. നല്ല ആരോഗ്യവും പ്രസരിപ്പുമുള്ള ശരീരം, പൗരുഷവും ധൈര്യവും സഹനശീലവുമുള്ള അവന്റെ സ്വഭാവം ഈ സന്ദർഭത്തിൽ അവനോട് തന്നെ കലഹിച്ചു. മരിച്ചവരുടെ ചെരുപ്പുകൾ. അവ സെപ്റ്റീമിനെ പോലെ ക്ലേശം അനുഭവിക്കുന്നവർക്കുള്ളതല്ലേ? നിരാലംബയായ ആ സ്ത്രീയെ പോലെയുള്ളവർക്കുള്ളതല്ലേ? പോഷകാഹാരക്കുറവുള്ള അല്പവസ്തുധാരികളായ ദൈന്യതയാർന്ന മിഴികളുള്ള ആ കുട്ടികൾക്കുള്ളതല്ലേ? എങ്കിലും അവരോട് എന്തു പറയുമെന്നും എങ്ങനെ പെരുമാറുമെന്നും അവന് രൂപമില്ല. പക്ഷേ അവരെ മുഖാമുഖം കണ്ടപ്പോൾ ഒരുവിധ ശങ്കകൾക്കും അവൻ തന്നെ വിട്ടുകൊടുത്തില്ല. അപ്പോഴും സെപ്റ്റീം തന്റെ അമ്മാവന്റെ കസേരയിൽ കൂനിക്കൂടിയിരിപ്പുണ്ടായിരുന്നു. ശവസംസ്കാരത്തിനു ശേഷം ഒരു വട്ടം പോലും അവൻ അവിടെ നിന്ന് എഴുന്നേറ്റ ലക്ഷണമില്ല. മാഡം ബ്രോൺസ് കരയുന്നുണ്ട്, കുട്ടികളും. അനുതാപം മൂലമാവാം. മിസ്റ്റർ സെപ്റ്റീം, ഗിൽമ അയാൾക്കരികിലേക്ക് നടന്നു. കുതിരയ്ക്കായുള്ള സത്യവാങ്മൂലങ്ങൾ ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്. പ്രശ്നങ്ങളൊന്നുമില്ലാതെ എനിക്കതിനെ നൽകാമെന്ന തീരുമാനത്തിൽ നിങ്ങൾ എത്തിക്കാണുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. സെപ്റ്റീം ആകെ ഭയന്നു വിറച്ച് നിശബ്ദനായി. നിങ്ങൾ എന്താണ് ഉദ്ദേശിക്കുന്നത്? അയാൾ പതറി. ഇടം കണ്ണിട്ട് ഗിൽമയെ നോക്കിക്കൊണ്ട് അയാൾ തുടർന്നു. ഇവിടം മൊത്തം നിനക്കുള്ളതല്ലേ? എന്താ, നീ കളിയാക്കുകയാണോ? ഈ സ്വത്തുക്കൾ മിസ്റ്റർ ഗമാഷിന്റെ രക്തബന്ധങ്ങൾ തന്നെ പങ്കിടട്ടെ എന്നാണ് എൻ്റെ അഭിപ്രായം. നാളെ തന്നെ ഞാൻ മിസ്റ്റർ പാക്സ്റ്റനെ കണ്ട് നിയമപരമായി എല്ലാം ശരിയാക്കുന്നുണ്ട്. പക്ഷേ എനിക്കെൻ്റെ കുതിരയെ വേണം. കുതിരയെ കൂടാതെ ഒരു വസ്തു കൂടി ഗിൽമ കൈവശമെടുത്തു. ചുമരിൽ വെച്ചിരുന്ന മിസ്റ്റർ ഗമാഷിന്റെ ചിത്രം. അവനത് തന്റെ കീശയിൽ തിരുകി. തന്റെ വൃദ്ധനായ യജമാനന്റെ ഊന്നുവടിയും തോക്കും കൂടി അവനെടുത്തു. അവൻ തന്റെ പ്രിയങ്കരനായ ജൂപ്പിന്റെ മുകളിൽ കയറി. പിന്നാലെ വിശ്വസ്തനായ ഒരു നായയും ഉണ്ടായിരുന്നു. ആ ഗേറ്റ് കടന്നു പോകുമ്പോൾ മത്ത് പിടിപ്പിക്കുന്ന വിഷാദകരമായൊരു സ്വപ്നത്തിൽ നിന്ന് ഉണർത്തപ്പെട്ടവനായി അവൻ മാറിയിരുന്നു.